കേരളത്തിലെ മത്സ്യമേഖല പുത്തൻ ഉണർവിലേക്ക് നീങ്ങുന്ന കാലഘട്ടമാണിതെന്ന് മന്ത്രി സജി ചെറിയാൻ കൊട്ടാരക്കരയിൽ സംസ്ഥാന മത്സ്യ കർഷക അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഡാക്ക്, മത്സ്യഫെഡ്, തീരദേശ വികസന കോർപ്പറേഷൻ, ഹാർബർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ സ്ഥാപനങ്ങൾ മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ്. നബാർഡ് വഴിയും യൂറോപ്യൻ യൂണിയനുമായി നടത്തിയ ചർച്ചകളുടെ ഫലമായും അടുത്ത മാസം 18-19 തീയതികളിൽ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ തീരദേശ മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള സഹായം ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് അടുത്ത മാസം 18-19 തീയതികളിൽ നടക്കുന്ന കോൺക്ലേവിൽ ഉണ്ടാവുകയെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യബന്ധന മേഖലയിലെ വെല്ലുവിളികളെ മറികടക്കാൻ മത്സ്യ ഉൽപാദന മേഖലയിൽ പുതിയ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കുകയാണെന്നും സംസ്ഥാന മത്സ്യകർഷക അവാർഡ് വിതരണം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. മത്സ്യകൃഷി മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയാണ് പ്രേരിത പ്രജനന സാങ്കേതികവിദ്യ. നമ്മുടെ രാജ്യത്തെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനാണ് നമ്മൾ ഈ ദിനം പ്രത്യേകമായി ആചരിക്കുന്നത്. അതിലെ പ്രകൃതിദത്ത ജലസ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കാതെ ഹാച്ചറികളിലൂടെ ഗുണമേന്മയുള്ളതും രോഗരഹിതവുമായ മത്സ്യക്കുഞ്ഞുങ്ങൾ ഉത്പാദിപ്പിച്ച് മത്സ്യോൽപാദനം പല മടങ്ങായി വർദ്ധിപ്പിക്കാൻ ഇതുവഴി നമുക്ക് കഴിയുന്നുണ്ട്. മലയാളി ശാസ്ത്രജ്ഞനായ ഡോക്ടർ KS അരിക്കുഞ്ഞി ഈ നേട്ടത്തിൽ പങ്കാളിയായിരുന്നു എന്നത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന കാര്യം. മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. മത്സ്യകൃഷിക്ക് അനുയോജ്യമായതും മത്സ്യോപഭോഗം കൂടുതലുള്ളതുമായ സംസ്ഥാനമാണ് കേരളമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൺസംഷൻ ഉപഭോഗവും ഏറ്റവും കൂടുതലുള്ള നാടാണ് നമ്മുടെ കേരളം. നമ്മളെല്ലാത്തരം മത്സ്യവും കഴിക്കുന്നവരാണ്, കൂടുതലും സമുദ്ര മത്സ്യമാണ് എന്നുള്ള ഒരു കാര്യമുണ്ട്. പക്ഷെ മത്സ്യകൃഷി ചെയ്യുന്ന നമ്മുടെ മത്സ്യങ്ങൾ, ശുദ്ധജല മത്സ്യമുണ്ട്, ഓരുജല മത്സ്യമുണ്ട്, അതെല്ലാം കഴിക്കുന്ന വലിയൊരു മാർക്കറ്റാണ് നമ്മുടെ മാർക്കറ്റ്. ഇന്ന് മാത്രമല്ല, അത് കയറ്റി അയക്കാൻ പറ്റുന്ന വലിയ സാധ്യതയുണ്ട്. മത്സ്യമേഖലയിൽ സമുദ്ര മത്സ്യത്തിൻ്റെ കയറ്റുമതിയാണ് ഏറ്റവും കൂടുതൽ നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പരമ്പരാഗതമായി നമുക്ക് ഏറ്റവും കൂടുതൽ മത്സ്യമേഖലയായി ബന്ധമുള്ള സ്ഥലമാണ്. കടലോര പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ക്യാമ്പയിനായ ശുചിത്വ സാഗരം സുന്ദരതീരത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കടൽ തീരം മുഴുവനും മാലിന്യമുക്തമാക്കിയ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫിയും 50,000 രൂപയുടെ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഏറ്റുവാങ്ങി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡ് വിതരണവും മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. മത്സ്യ കർഷക അവാർഡുകളും വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്കുള്ള അവാർഡുകളും സമ്മാനിച്ചു. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിൽ 9 തീരദേശ ജില്ലകളിലെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ ധർമ്മടം ഗ്രാമപഞ്ചായത്തിനും കണ്ണൂർ കോർപ്പറേഷനും 10,000 രൂപയുടെ ക്യാഷ് അവാർഡും ട്രോഫിയും സർട്ടിഫിക്കറ്റും കൈമാറി. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിത ആർ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, ഫിഷറീസ് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി B അബ്ദുൽ നാസർ, കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ K ഉണ്ണികൃഷ്ണ മേനോൻ, വൈസ് ചെയർപേഴ്സൺ ബിജി ഷാജി, കൗൺസിലർ അരുൺ കാടാങ്കുളം, ഡോക്ടർ KK കുട്ടൻ, ഫിഷറീസ് ദക്ഷിണ മേഖല ജോയിന്റ് ഡയറക്ടർ S സന്തോഷ് കുമാർ, മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.